ഹലോ ഡിയേഴ്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അടിവേർ തൂങ്ങിക്കിടക്കുന്ന കാരണം വളരെയധികം ബുദ്ധിമുട്ടുന്ന ആളുകൾക്ക് വേണ്ടിയിട്ട് വീട്ടിലിരുന്ന് പോലും ചെയ്യാവുന്ന കുറച്ച് വർക്കൗട്ടുകളുമായിട്ടാണ് നമ്മൾ വീണ്ടും വന്നിരിക്കുന്നത്. കൺസിസ്റ്റൻ്റ് ആയിട്ട് വർക്കൗട്ട് ചെയ്യുന്ന ആളുകൾക്ക് റിസൾട്ട് ഉറപ്പാണ്. അതുകൊണ്ട് തന്നെ സ്കിപ്പ് ചെയ്യാതെ എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് കാണുക. ഫസ്റ്റ് വർക്കൗട്ട് ആബ്സിന് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതേപോലെ നിങ്ങളുടെ ബട്ടക്സ് മാത്രം നിലത്ത് മുട്ടത്തക്ക രീതിയിൽ അപ്പർ ബോഡിയും ലോവർ ബോഡിയും ഒരേപോലെ ഉയർത്തി നിർത്തുക. നിങ്ങളുടെ ഹാൻഡ്സ് ഇതേപോലെ ഇരുവശങ്ങളിലായിട്ട് ഉറപ്പിക്കാതിന് ശേഷം നിങ്ങളുടെ മുട്ടുകൾ ബെൻഡ് ചെയ്ത് ഇതേപോലെ മൂവ് ചെയ്ത് കൊടുക്കുക. 15 റെപ്സ് വെച്ചിട്ട് 3 സെറ്റായിട്ട് ചെയ്ത് കൊടുക്കാവുന്നതാണ്. കാലുകൾ സ്ട്രെയിറ്റ് ആവുന്ന സമയത്ത് ബ്രീത്ത് ഇൻ ചെയ്യുക, അതേപോലെ തന്നെ ബെൻഡ് ചെയ്യുന്ന സമയത്ത് ബ്രീത്ത് ഔട്ട് ചെയ്യുക. അടുത്ത വർക്കൗട്ട് എന്ന് പറയുന്നത് ലെഗ് റൈസ് ആണ്. ഇതേപോലെ നിലത്ത് കിടക്കുക. അതിനുശേഷം അപ്സ് മാക്സിമം ടൈറ്റ് ചെയ്ത് 90 ഡിഗ്രി ആംഗിളിൽ കാലുകൾ ഇതേപോലെ ഉയർത്തി കൊടുക്കുക. നിലത്ത് മുട്ടാത്ത രീതിയിൽ തന്നെ താഴ്ത്തി കൊടുക്കുക. 15 റെപ്സ് വെച്ചിട്ട് 3 സെറ്റായിട്ട് വേണം ലെഗ് റൈസും ചെയ്ത് കൊടുക്കാനായിട്ട്. അടുത്ത വർക്കൗട്ട് വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്നൊരു വർക്കൗട്ടാണ്. ഇതേപോലെ നിലത്ത് കിടക്കുക. അതിനുശേഷം അപ്പർ ചെസ്റ്റ് ഒരു 20 ഡിഗ്രി ആംഗിളിൽ ഉയർത്തി കൊടുക്കുക. അതിനുശേഷം നിങ്ങളുടെ ഇരു കൈകളും 2 വശങ്ങളിലായിട്ട് ഉറപ്പിക്കുക. അതിനുശേഷം ലെഗുകൾ സ്ട്രെയിറ്റ് ആയിട്ട് ഇതേപോലെ മൂവ് ചെയ്ത് കൊടുക്കുക. 15 റെപ്സ് വെച്ചിട്ട് 3 സെറ്റായിട്ട് വേണം ഇതും ചെയ്ത് കൊടുക്കാനായിട്ട്. നിങ്ങൾ ബിഗിനേഴ്സോ അല്ലെങ്കിൽ ഓവർ ബോഡി വെയിറ്റ് ഉള്ള ആളുകളോ ആണെന്നുണ്ടെങ്കിൽ അപ്പർ ചെസ്റ്റ് ഉയർത്തി കൊടുക്കാതെ നിലത്ത് തന്നെ കിടന്നുകൊണ്ട് നിങ്ങൾക്ക് സ്ട്രെയിറ്റ് ആയിട്ട് ഇതേപോലെ തന്നെ സെയിം രീതിയിൽ ചെയ്തു കൊടുക്കാവുന്നതാണ്. 15 റെപ്സ് വെച്ചിട്ട് 3 സെറ്റായിട്ട് ചെയ്തു കൊടുക്കുക. അടിവയറിലെ മസിൽസിനെ കൂടുതൽ സ്ട്രോങ് ആക്കാനും ആക്ടിവേറ്റ് ആക്കാനും സഹായിക്കുന്ന ഒരു വർക്കൗട്ടാണ് ഇത്. അടുത്ത വർക്കൗട്ട് എന്ന് പറയുന്നത് മുട്ടുകൾ ബെൻഡ് ചെയ്ത് കാലുകൾ നിലത്ത് ഇതേപോലെ ഉറപ്പിക്കുക. അതിനുശേഷം ചെസ്റ്റ് അപ്പ് ചെയ്ത് അപ്പർ ബോഡി ഇതേപോലെ ഉയർത്തി കൊടുക്കുക. അതിനുശേഷം ഇരുവശങ്ങളിലേക്ക് ഇതേപോലെ ട്വിസ്റ്റ് ചെയ്യുക. ഇത് നിങ്ങൾക്ക് 20 റെപ്സ് വെച്ചിട്ട് 3 സെറ്റായിട്ട് ചെയ്യാവുന്നതാണ്. നിങ്ങളുടെ ആബ്സിൻ്റെ മസിൽസിനെ കംപ്ലീറ്റ്ലി ആക്ടിവേറ്റ് ആക്കുന്നതിനോടൊപ്പം തന്നെ സൈഡ് ഫാറ്റ് ബേൺ ചെയ്യാനും സഹായിക്കുന്ന വർക്കൗട്ടാണിത്. അടുത്ത വർക്കൗട്ട് ചെയ്യാനായിട്ട് ഈ ഒരു പോസ്റ്റർ നിൽക്കുക. അതിനുശേഷം കാലുകൾ ഇതേപോലെ ജമ്പ് ചെയ്ത് മാക്സിമം ആപ്സ് ഫോക്കസ് ചെയ്ത് ടൈറ്റ് ചെയ്ത് വേണം ചെയ്യാനായിട്ട്. 15 റെപ്സ് വെച്ചിട്ട് 3 സെറ്റായിട്ട് ചെയ്യാവുന്നതാണ്. അടുത്ത ഒരു വോളിൻ്റെ സഹായത്തോടു കൂടി മാത്രം ചെയ്യാൻ പറ്റുന്നൊരു വർക്കൗട്ടാണ്. ഇതേപോലെ ഒരു വോളിൽ നിങ്ങളുടെ മുട്ടുകൾ ബെൻഡ് ചെയ്ത് കാലുകൾ സ്റ്റാൻഡ് ചെയ്ത് വെക്കുക. അതിനുശേഷം നിങ്ങളുടെ അപ്പർ ബോഡി ഈ ഒരു പോസ്റ്റിൽ തന്നെ 15 റെപ്സ് വെച്ചിട്ട് 3 സെറ്റായിട്ട് ചെയ്ത് കൊടുക്കുക. ഈ വർക്കൗട്ടുകളൊക്കെ തന്നെ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് പ്രത്യേകിച്ച് മിഷനറീസോ കാര്യങ്ങളോ ഒന്നും തന്നെ ആവശ്യമില്ല. നിങ്ങൾക്ക് ഫ്രീ ആയിട്ടുള്ള ഏത് സമയത്ത് വേണമെങ്കിലും നിങ്ങൾക്ക് കംഫോർട്ടായിട്ടുള്ള ഒരു പ്ലേസിലിരുന്ന് ചെയ്യാൻ പറ്റുന്ന വർക്കൗട്ടുകളാണ്. തുടക്കക്കാർക്ക് ആദ്യമൊക്കെ കുറച്ച് ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുമെങ്കിലും ക്രമേണ നിങ്ങൾക്ക് ആ ഒരു ഫോർമാറ്റ് തെറ്റാതെ തന്നെ കറക്റ്റായിട്ട് ചെയ്യാനായിട്ട് സാധിക്കുന്നതായിരിക്കും. അടുത്ത വർക്കൗട്ട് എന്ന് പറയുന്നത് തുടക്കക്കാർക്കും ഓവർ വെയിറ്റ് ഉള്ള ആളുകൾക്കും വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്നൊരു വർക്കൗട്ടാണ്. നിലത്ത് ഇതേപോലെ സ്ട്രെയിറ്റ് ആയിട്ട് കിടക്കുക. ശേഷം നിങ്ങളുടെ കാലുകൾ സ്ട്രെയിറ്റ് ആക്കി തന്നെ ഇതേപോലെ മൂവ് ചെയ്ത് കൊടുക്കുക. ഈ ഒരു വർക്കൗട്ട് നിങ്ങൾ കൗണ്ട് വെച്ചിട്ടല്ല ചെയ്യേണ്ടത്. ടൈമർ ഓണാക്കി 30 സെക്കൻഡ് വെച്ചിട്ട് 3 സെറ്റായിട്ട് തുടക്കക്കാർക്ക് ചെയ്യാവുന്നതാണ്. അതേപോലെ തന്നെ സ്ഥിരമായിട്ട് വർക്കൗട്ട് ചെയ്യുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 1 മിനിറ്റ് വെച്ച് 3 സെറ്റായിട്ട് ചെയ്യാവുന്നതാണ്. വർക്കൗട്ട് ചെയ്യുന്നതിന് തൊട്ട് മുമ്പായിട്ട് വാമപ്പും അതേപോലെ തന്നെ വർക്കൗട്ടിന് ശേഷം കാർഡിയോയും ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ്. ഇന്നത്തെ വീഡിയോ യൂസ്ഫുൾ ആയും തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അടുത്ത സെഗ്മെൻറ്റ് പുതിയ വീഡിയോ ആയിട്ട് കണ്ടുമുട്ടാം. ബൈ.